പിന്നെ ആൾക്കാര് എന്ത് പറഞ്ഞിട്ട് നമ്മൾ മനസ്സിലെ ആഗ്രഹം പറഞ്ഞിട്ട് സാധിപ്പിക്കണം പറഞ്ഞ് വല്ല പൈസ കുഴിഞ്ഞ് വെക്കുകയാണെങ്കിൽ അവർക്ക് ഇന്നേ ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാം നടത്തി കൊടുത്തിട്ടുള്ള ഇതുണ്ട്. നമസ്കാരം, സുധീഷ് ചെമ്പശ്ശേരിയാണ്. അപ്പൊ ഞാൻ എന്നുള്ളത് ഒരു ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം, കോങ്ങാട്ടിൽ നിന്ന് മാഞ്ചരിക്കാവ് സ്റ്റോപ്പിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ ദൂരം ഉള്ളിലേക്ക് വന്ന കമ്മാളശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു കുറുമ്പ ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ. മനോഹരമായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ബാഗ് കണ്ടാൽ അറിയാം, മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. കുറെ ചരിത്രം ഐതിഹ്യമുള്ള ഒരു ക്ഷേത്രമാണ്. അപ്പൊ എന്തായാലും അതിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഇവിടുത്തെ വിശേഷങ്ങളും ഒക്കെ നമ്മളോട് എന്തായാലും ഇദ്ദേഹം പറയും. പേര് സുരേഷ് നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യും. ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക, മാക്സിമം ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക. നമ്മുടെ ഇതുപോലുള്ള അമ്പലങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ടെ. അപ്പൊ നമുക്ക് അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിക്കാം. അപ്പൊ ആരും ഷെയർ ചെയ്യാൻ മടി കാണിക്കരുത്, എല്ലാവരും ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ. ഇതാണ് ചെറായ കമ്മാളശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം. പാലക്കാട് ജില്ലയിൽ പാലക്കാട് ചെർപ്പുളശ്ശേരി റൂട്ടിൽ മാഞ്ചേരിക്കാവ് സ്റ്റോപ്പിൽ നിന്ന് 3 കിലോമീറ്റർ ചെറായ റോഡിലൂടെ യാത്ര ചെയ്താൽ മനോഹരമായ ഈ ക്ഷേത്രത്തിലെത്തിച്ചേരാം. ഏകദേശം 800 വർഷത്തോളം പഴക്കം ഈ ക്ഷേത്രത്തിന് കണക്കാക്കുന്നുണ്ട്. ഇവിടെ ഉപദേവന്മാരില്ല എന്നത് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. ഇവിടെ ദേവിക്ക് കാവൽക്കാരനായി ക്ഷേത്രത്തിന് മുന്നിലായി തെണ്ടന് പ്രതിഷ്ഠയുണ്ട്. താലപ്പൊലിയാണ് പ്രധാന ആഘോഷം. വൃശ്ചിക മാസം 1 മുതൽ ചുറ്റുവിളക്ക് തുടങ്ങി 41 ദിവസമാണ് താലപ്പൊലി. ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ മാത്രമാണ് ക്ഷേത്രത്തിൽ പൂജ. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഭക്തരുടെ ആവശ്യപ്രകാരം വിശേഷാൽ പൂജകൾ ചെയ്യാറുണ്ട്. വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ദേവിയാണ് ഇതെന്ന് ഭക്തർ പറയുന്നു. ദേവിക്ക് പൈസ ഒഴിഞ്ഞുവെച്ച് ഏതാഗ്രഹം പറഞ്ഞാലും അത് നടത്തിത്തരുമെന്ന് ഭക്തർ ഉറച്ചു വിശ്വസിക്കുന്നു. ഇതിനായി നിരവധി ആളുകളാണ് പുറം ദേശങ്ങളിൽ നിന്ന് പോലും ഇവിടെ എത്തിച്ചേരുന്നത്. തികച്ചും ഗ്രാമാന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം മനോഹരമായ ഒരു ദൃശ്യവിസ്മയം തന്നെയാണ്. ക്ഷേത്രത്തിനടുത്തുള്ള സ്ഥലത്ത് തന്നെയാണ് മൂലസ്ഥാനം. പണ്ട് കാലത്ത് ഭഗവതി രാത്രി വെള്ളത്തിന്റെ ഉള്ളിൽ വന്ന് കൂടിയിരുന്നാണ്. ഞങ്ങളുടെ വീടാണ്, വലിയ 10 പേരാണ് അവിടെ വന്ന് കൂടിയിരുന്ന. അപ്പോ കോട്ടിരിക്കളം അവിടെ, കോട്ടിരിക്കളത്തില് നമ്പൂരിമാരാണ്. അപ്പൊ അതിലെ കാര്യത്തിനാണ് നായര്. അപ്പോ ഇവിടെ വന്ന് കൂടിയിരുന്ന അതിന്റെ മേലില് ദൈവം കയറി പറഞ്ഞ കൂക്കലും നിലമുടിയായപ്പോ അവിടുന്ന് നമ്പൂരി തമ്മിൽ കാര്യത്തിന് പറഞ്ഞാച്ചു. കാര്യത്തിന് പറഞ്ഞാച്ച് എന്താ ഉള്ള ബഹളം കേൾക്കണേ, പോയി നോക്കാൻ പറഞ്ഞ് അയാൾ വന്നപ്പോ അങ്ങനെ കൊടുങ്ങല്ലൂര് ഭഗവതി വന്ന് കുടിയിരുന്നവർക്കാണ്. അങ്ങനെ ഈ ആസാരി തൊട്ടപ്പൂര് ആസാരിമാരിന് ഒരു മണ്ണെണ്ണ കൊത്തിയിട്ട് വന്നു. അന്ന് കറണ്ടും കോപ്പും കുറച്ചൊന്നുമില്ല, ചിമ്മിണികൾക്ക് മാടകൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ പിടിച്ചിട്ട് പിന്നെ സമയങ്ങളിൽ എല്ലാവരും കൂടി ഈ 4 കൂടി ഇവിടെ 5 കൂടി ആൾക്കാരാണ്. അതിലൊരു കൂടി പോയിരുന്നു. അപ്പോൾ 4 കൂടിയുണ്ട്. 4 കൂടിക്കാരൊക്കെ കൂടി എല്ലാവരും കൂടി ചേർന്ന് അകത്തുനിന്ന് മിച്ചത്തേക്ക് കൂടി വെച്ചതാണ്. ഇതൊക്കെ കൂടി ഒരു സ്ഥലമാണ്. അകത്തുനിന്നിട്ട് എല്ലാം കൂടി ഇവിടെ കൂടി വെച്ചതാണ്. അപ്പൊ അതിന്റെ മുമ്പിലാണ് ആ കിണറ്. പണ്ട് കാലത്ത് അതൊക്കെ തെക്കോർത്തൊരു ആ തൊടിയിലൊരു വീടും പത്തൊക്കെ പട്ടണമാരുടെ. അപ്പം ഇവിടുത്തെ തള്ളാര് നേരം വെച്ചാകുമ്പോ വെള്ളം നോക്കാൻ പോകും. അപ്പൊ അവർക്കൊരു മുസ്ലിം രാവിലെയൊക്കെ പോകുമ്പോ അപ്പൊ അങ്ങനെ ഇവിടുത്തെ കാരണവര് വൃത്തിയുണ്ടാക്കിയതാണ് ആ ഈ കിണറ്. അതിന് പാമ്പേക്കും കുഴപ്പമൊന്നുമില്ല, ഒറ്റ കുഴിയാ.
അപ്പൊ അങ്ങനെയുള്ള കാലഘട്ടത്തില് പിന്നെ ഇവിടെ പണ്ട് കാലത്ത് പായസം വയ്ക്കും അപ്പൊക്കെ ഈ അരുക്ക് തന്നെ ചെറിയ അമ്പലല്ലേ അങ്ങനൊക്കെ അത് കമ്മിറ്റിയൊക്കെ കൂടി അങ്ങനെ പുരോഗിച്ചു. വൃക്ഷം 1-ാം തീയതി വൃക്ഷമാസം 1-ാം തീയതി ചുറ്റുവിളക്ക് തുടങ്ങും. വലുപ്പത്തിന് താല്പര്യം അത് കഴിഞ്ഞ കുംഭം 1-ാം തീയതി 2-ാം തീയതി ആഴ്ച നോക്കിയിട്ട് വേല വരും. വേല കഴിഞ്ഞാൽ ഈ പണ്ട് ഭഗവതി പാട്ടായിരുന്നു. ഭഗവതി പാട്ടില് അവർക്ക് എന്തൊക്കെ ഇതായിട്ട് അതൊക്കെ വിട്ടുപോയി. അപ്പൊ ഈ പാണര് ഈ കളി ഭഗവതി പാട്ട് കളി കളിക്കും. അത് കഴിഞ്ഞിട്ട് 14 ദിവസമോ 21 ദിവസമൊക്കെ അങ്ങനെ കളിച്ച വരവാണ്. കർക്കിടക മാസത്തില് ഇപ്പോ കുറച്ച് കൊല്ലത്തങ്ങട് നമ്പൂരി പൂജയാണ്. കർക്കിടക മാസം ഒരു മാസം നമ്പൂരിന്റെ പൂജ. അതിലിടയ്ക്കൊക്കെ ഞങ്ങൾ തന്നെയായിരുന്നു. അപ്പൊ ഈ കമ്മിറ്റി കൂടിയപ്പോ പറഞ്ഞ് ഉണ്ടാക്കി വന്നതാണ്. പിന്നെ നമ്മുടെ കാര്യം മൊത്തമാണ് ഞങ്ങളൊക്കെ മൊത്തം. ഇവിടെ പ്രധാന ആഘോഷങ്ങൾ എന്താ? പ്രധാന ആഘോഷങ്ങള് എന്താ? ആഘോഷങ്ങള് താല്പര്യത്തിന്റെ 3-ാം ദിവസം ഒരു ചെറിയാറാട്ട്, വലിയാറാട്ട് ഇപ്പോൾ വലിയ കുളിപ്പിക്കാൻ കൊണ്ട് താല്പര്യത്ത് താളം നിറത്തില് ഒട്ടിമാളം, ആന, കാള, കുതിര ഇതൊക്കെ കുംഭമാസത്തിലുള്ളതാണ്. ധനുപ്പത്തിന് താല്പര്യക്ക് ആണ് ഈ ഭഗവതിയെ കുളിപ്പിക്കാൻ കൊണ്ട് 3 ദിവസം. അത് കഴിഞ്ഞിവിടെ വിളക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ തന്നെ ഉണ്ടാകുന്നുള്ളൂ. പിന്നെ ഈ വേലൊക്കെയാണ് കുംഭത്തിലാണ് ആന, കാള, കുതിരയൊക്കെ അത് വിളിച്ചാൽ നരി ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അവിടെ കളിയിടങ്ങലും കൊപ്പൊക്കെ. ഇവിടുത്തെ പ്രധാന പൂജകൾ എന്ന് പറഞ്ഞാൽ ആഴ്ചപ്പങ്ങനെയാണ് പൂജ. അതായത് ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളാണ്. ദിവസം നിത്യപൂജനിപ്പം ആയിട്ടില്ല. അങ്ങനെ ഈ 3 ദിവസമാണ് പൂജ. ഇടയ്ക്ക് ആരെങ്കിലും പൂജയ്ക്ക് ആവശ്യപ്പെട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ചോറൂണ്, അങ്ങനെ കല്യാണങ്ങൾ ഒക്കെ നടത്താറുണ്ട് അവിടെ. പിന്നെ ആൾക്കാർ എന്ത് പറഞ്ഞിട്ട് നമ്മൾ മനസ്സിലെ ആഗ്രഹം പറഞ്ഞിട്ട് സാധിപ്പിക്കണം പറഞ്ഞ് വല്ല പൈസ കുഴിഞ്ഞ് വെക്കുകയാണെങ്കിൽ ഭഗവതിക്ക് ഇന്നേ ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാം നടത്തി കൊടുത്തിട്ടുള്ള ഇതുണ്ട്. ഭഗവതി നല്ല ശക്തിയുള്ള ഒരു ഭഗവതിയാണ്. നമ്മൾ വിളിച്ച നമ്മളെ ആഗ്രഹങ്ങളും മോഹങ്ങളും സഹായിച്ചു തരും, കഷ്ടപ്പെടുത്തില്ല. അങ്ങനൊരു ഇത് കൂടെയുണ്ട്. നമ്മളെ നല്ല ഒരു വഴികൾ കാണിച്ചത് മുന്നോട്ട് പോകാൻ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ദൈവത്തെ തൊഴുകാനും കാണാനായിട്ട്. പിന്നെ വൃശ്ചികമാസത്തില് 40 ദിവസം ചുറ്റുവിളക്കാണ്. 40ാമത്തെ ദിവസമാണ് നമ്മുടെ ഈ താലപ്പൊലി വരുന്നത്. അതിന് മുന്നേ ചെറിയാറാട്ട് എന്ന് പറയുമ്പോൾ തട്ടാൻ സമുദായത്തിൻ്റെയാണ്. 2 സമുദായമാണ്. തട്ടാൻ സമുദായത്താണ് ചെറിയാറാട്ട്. പിന്നെ വലിയാറാട്ട് പറഞ്ഞ് മൂശാലി സമുദായമാണ്. അങ്ങനെ 2 സമുദായത്തിന്റെ ആറാട്ടുകൾ. അതായത് 3ാമത്തെ ദിവസം താലപ്പൊലിയാണ്. ദേവിയെ നീരാടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ 3ാം ദിവസം ഗംഭീര കലാപരിപാടികളും എല്ലാം ആയിട്ടിട്ട് താലപ്പൊലി ആഘോഷിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് കുംഭമാസത്തിലാണ് നമ്മുടെ ഇവിടുത്തെ വേല വരുന്നത്. വേല പറഞ്ഞ ദേശവേലയാണ്. ഒരുപാട് ദേശമുണ്ട്. ആ ദേശം എല്ലാ വേലയും ഇവിടെ നമ്മുടെ കാവലി വന്നിട്ട് പ്രദർശനം ചെയ്യും. ആനയുണ്ടാവും, ആനപ്പോരുണ്ട്, കാളവേലകൾ, അങ്ങനെ ഒരുപാട് വണ്ടി വേഷങ്ങൾ, അങ്ങനെയുള്ള വേഷങ്ങളെല്ലാം വരും. അങ്ങനെ ദേവി ഇപ്പൊ നല്ല ഈ അമ്പല പുനരുദ്ധാരണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 9 വർഷമായി. ചെറിയ അമ്പലമായിരുന്നു, ഇപ്പോൾ പുനഃപ്രതിഷ്ഠ കഴിഞ്ഞപ്പോൾ 9 വർഷമായി. ഈ ഇങ്ങനെ പറഞ്ഞാൽ ഒരു പ്രദേശമായതുകൊണ്ട് എല്ലാവരും വന്ന് തൊഴുകാനും ഇതൊക്കെ നല്ല സൗകര്യമുണ്ട്. അങ്ങനെ അത് വിളിച്ച വിളിപ്പുറത്ത് കേൾക്കുന്നതാണ് നമ്മുടെ പൂർവ്വർ പറഞ്ഞത് കേട്ടാറ്. പിന്നെ നമ്മുടെ നാട്ടിലേക്ക് ഈ വസൂരി മാസമുള്ളത് നമ്മൾ കണ്ടുവരുന്നല്ലോ. അപ്പൊ ഈ വസൂരി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ അച്ഛനെയാണ് കൂട്ടിയിട്ട് കാണിക്കാൻ പോകുന്നത്. നമ്മളെ അങ്ങനെ ആരാണ് ഈ പേടിക്കുന്ന ഒരു അസുഖം മാതിരി അതിൽ വസൂരി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ കാലത്ത് ഭസ്മം കൊണ്ടുപോയിട്ട് അതിലിട്ട് കഴിഞ്ഞാൽ മാറുന്നതാണ്. അവര് ഇവിടെ വന്ന് അന്വേഷിക്കും, അച്ഛൻ ഇങ്ങനെ കാവുന്ന് ഒരാൾ പോയിട്ട് അത് മാറുന്നതാണ് അവരുടെ ഒരു വിശ്വാസം. അങ്ങനെ ഒരുപാട് ഇതുണ്ട്. അച്ഛനെ കൊണ്ടുപോകും സാധാരണ. ഇപ്പൊ അച്ഛനെ കൊണ്ടുപോയിട്ട് ഈ വസൂരിയുള്ള ആൾക്കാരെ പോയിട്ട് ഭസ്മം ഇട്ട് കഴിഞ്ഞാൽ അത് മാറും. അതൊരു ജനങ്ങൾക്ക് വിശ്വാസം. അങ്ങനെ മാറിയിട്ട് ചരിത്രമുണ്ട്, അനുഭവമുണ്ട്.
ഇവിടെ അതുപോലെ എത്ര ദിവസത്തെ ഉത്സവം അവിടെ? ഇവിടെ തന്നെ ഈ വൃശ്ചിമാസം 1-ാം തീയതി മുതൽ ചുറ്റുവിളക്ക് തുടങ്ങുന്നത്. ചുറ്റുവിളക്ക് വൃശ്ചിമാസം 1-ാം തീയതി മുതൽ 40 ദിവസം ചുറ്റുവിളക്കാണ്. അത് ഭയങ്കര വലിയ ആഘോഷമായിട്ട്. ചുറ്റുവിളക്ക് ദിവസം 2 നേരം പൂജ, വൈകുന്നേരത്ത് മേളുണ്ട്. മേളത്തോട് കൂടിയിട്ട് ചുറ്റുവിളക്കാണ്. അത് 40 ദിവസം അതുണ്ട്. 40ാമത്തെ ദിവസമാണ് ഈ താലപ്പൊലി വരുന്നത്. താലപ്പൊലി ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. കമ്മിറ്റിയൊക്കെ നന്നായിട്ട് എല്ലാവരും എല്ലാ കമ്മിറ്റിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ട് പോണത്. പിന്നെ പൂരം ദേശക്കാരിയാണ്. പൂരം ഒരുപാട് ദേശങ്ങളുണ്ട്. ആ ദേശങ്ങൾ ഒന്നിച്ചിട്ടാണ് ഒന്നിച്ചാണ്. അങ്ങനെ ഇപ്പൊ ഈ ആലൂർ ചുറ്റും ഈ ചുറ്റാണ് പ്രദക്ഷിണം വെച്ചിട്ട് വരെ കൊണ്ടുപോകണം. ഒരുപാട് മേൽനിറങ്ങി വരും. ഇപ്പൊ മുമ്പേ നേരം വിളക്കോളം ഉണ്ടായിരുന്നു. ഇപ്പൊ സമയം ക്രമിച്ചാണ് 12-1 മണി വരെയൊക്കെ ആക്കിയിട്ടുണ്ട്. ഇവിടെ അതേപോലെ ഉപദേവന്മാരാരൊക്കെയുള്ളൂ ഇവിടെ? ഇവിടെ ഉപദേവന്മാരില്ല. ഇല്ല. ദൈവത്തിന് കാവൽക്കാർ മാത്രം. വേറെ ഒരു ഇതില്ല അതിനുള്ളിൽ. ദൈവത്തിന് കാവൽക്കാർ പുറത്തുണ്ട്. അവര് മാത്രമേ ഉള്ളൂ. വേറെ ഉപദേവ ഉള്ളിലൊന്നും വേറില്ല. കാവൽക്കാരൊക്കെ? കാവൽക്കാർ തെണ്ടെന്നാ പറയാം. തെണ്ടൻ. പിന്നെ അവര് മാത്രമേ ഉള്ളൂ. അവരാണ് പുറത്ത് ഈ ഇതിൻ്റെ ഉള്ളിൽ നിർത്തിയിരിക്കുന്നത്. ഒരു തന്നെയുള്ളൂ. പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. എല്ലാ അനുഭവങ്ങൾ തന്നെയാണ്. കാവൊക്കത്തെ നല്ല മുമ്പത്തേക്കായിൽ വെച്ച് പുരോഗമിച്ചു. എന്തെങ്കിലും നടന്നൊരു കാര്യം പറയാൻ പറ്റുമോ പ്രാർത്ഥിച്ചിട്ട്? നടന്ന കാര്യം ഇപ്പോ ഓർമ്മ കിട്ടുന്നില്ല. ഞങ്ങളുടെ എല്ലാ സൂക്കടുകളൊക്കെ അതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കും. അതൊക്കെ ഭേദമുണ്ട്. ഇനിയും പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾ അത്രയും ഇപ്പൊക്കെ കൊണ്ടില് ആണ്. ഞാൻ അതൊക്കെ ഒന്ന് ശരിയായി വന്നാ അപ്പൊ ചെയ്യാം. എന്നും വരുമോ ക്ഷേത്രത്തില്? വരും. ഇടയ്ക്കൊക്കെ ഞാൻ വന്ന് തൊഴുകാറുണ്ട്. അടുത്താണ്. അവിടെ കയറുന്നിടത്താണ് വീട്. നല്ല തന്നെയാണ്. കാവിനെ പറ്റി ഇപ്പൊ നല്ല ഇതാണ്. തന്നെയാണ്. ശക്തിയുള്ള ദൈവമാണ്. ശക്തിയുള്ള പറഞ്ഞതിലുള്ള വിളിച്ചത് കേൾക്കുന്ന ദൈവം തന്നെ.